തലപ്പാക്കട്ട് ബിരിയാണി. ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്. എല്ലാവരും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങളെല്ലാവരും സുഖം തന്നെ. പിന്നെ ഇന്ന് ഞങ്ങളൊരു സ്പെഷ്യൽ ഐറ്റം ഞാൻ കാണിക്കുകയാണ്. ഡിണ്ടുക്കൽ തലപ്പാക്കട്ട് ബിരിയാണി. എന്താണ് ഗൈസ്? ഡിണ്ടുക്കൽ തലപ്പാക്കട്ട് ബിരിയാണി. അതുകൊണ്ട് ഇതാണ് സാധനം. ഒന്നും ആയില്ല. ഇതാണ് സാധനം. ഡിണ്ടുക്കൽ തലപ്പാക്കട്ട് ബിരിയാണി ബക്കറ്റ്. പിന്നെ അടുത്തത് ഗൈസ്, അടുത്ത കവറില് കബാബ്. ആ ബക്കറ്റോടെ ചേർന്ന് സെപ്പറേറ്റാ. ഇത് കറി. ഇതൊന്ന് പച്ചടി. ഇത് കോള, കൊക്കക്കോള. ഇത് കുടിക്കാന്, ഇതെല്ലാം കഴിക്കാന്, ബിരിയാണി തിന്നാൻ, അതും കഴിക്കാൻ. പക്ഷെ അടിപൊളിയാണ് സാധനം. നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ടില്ല, തുറന്നിട്ടില്ല. തുറക്കാൻ ഏകദേശം നിമിഷങ്ങൾക്കകം ഇത് തുറക്കും, എടുക്കും. ഇപ്പൊ സീൽ ഓപ്പൺ ചെയ്യാണ് ബക്കറ്റിന്റെ. താണ്ടെ വിജേഷ് വന്നത് കട്ട് ചെയ്യുക സിസറിൽ. കട്ട് ചെയ്ത് രണ്ട് സൈഡ് ആയി. മൂന്നാമത്തെ സൈഡ് ഓപ്പൺ. പതുക്കെ സ്ലോ. അപ്പൊ ഇതിന്റെ വിശേഷം ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് വാങ്ങിക്കാൻ കാരണം ഗൈസ്, നമ്മുടെ വീട്ടിൽ നമ്മുടെ അളിയന്റെ മോൻ ലിജോ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. പുള്ളിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ രാവിലെ കേക്ക് കെട്ടി കഴിഞ്ഞു. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 11 കാലിന് ഒരു കേക്ക് കെട്ടി കഴിഞ്ഞു. അടുത്തത് തലപ്പാക്കട്ട് ബിരിയാണി തല വെച്ചോണ്ട്. അപ്പൊ അതിന്റെ രുചിയൊക്കെ ഞങ്ങൾ പിന്നെ പറയാം. തുറക്കുന്നേ ഉള്ളൂ. തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ രുചി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെയും പറയാം. നിങ്ങൾക്കും കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും വാങ്ങിച്ച് കഴിക്കാം. ഓൺലൈനില് സബർമ ഗിബർമ കഴിക്കാം. ഇതൊക്കെ കഴിക്കുന്നേ, ഇതൊക്കെയാണ് ബെസ്റ്റ്. എന്റെ പൊന്നെ മക്കളെ, നഴിച്ചു വന്ന് തിന്ന് നോക്ക്. ഇപ്പൊ തുറക്കാൻ പോവാണേ. ഡപ്പ തുറക്കുക. തുറന്നു. അടിപൊളി. ഇതെപ്പടി 5 മുട്ട, മേലെ 5 മുട്ട. എന്താണ് കഴിച്ചത്? 5 മുട്ട ബക്കറ്റ് ബിരിയാണി. വേറെ ലെവൽ. ഇനിയിപ്പോ അടിപൊളിയാ. ഇതിലോട്ട് തട്ട്. മുട്ട 5 എണ്ണം ഉണ്ട്. 5. റൈസ് കണ്ടോ? സൂപ്പർ. സ്പൂൺ എടുത്തുണ്ടോ? സ്പൂൺ അങ്ങനെ എടുത്തോ. കട്ട് ചെയ്തു. മുട്ട 5 എണ്ണം ഉള്ളത്. 5 എണ്ണം കോഴിമുട്ട. എന്താ രസമുണ്ട്. നല്ലതാണ്. ഇത് റൈസ് വന്ന് ചെമ്പകാരി ആയിരിക്കും തോന്നുന്നു. ചെമ്പകാരി. സൂപ്പർ അരി, സൂപ്പർ ചോറ്. ഇനിയിപ്പൊ ടേസ്റ്റിലാ കറങ്ങാൻ പോന്നേ. കഴിച്ചിട്ട് ഞങ്ങള് പറയും ഗൈസ്. മണം പിടിച്ചോണ്ടിരിക്കുക. ഒരു ശകലം കഴിച്ചിട്ട് ഞാൻ പറയാം. ഓരോ പീസ് കണ്ടോ ഗൈസ്? ഇത്ര വലുതാ കണ്ടോ? എന്ത് സോഫ്റ്റ് ആണെന്ന് നോക്ക്. താണ്ടെ. ആഹാ. കണ്ടോ ഗൈസ്? സോഫ്റ്റ് ആണ്. വേറെ ലെവലാ ഗൈസ്, വേറെ ലെവൽ. അപ്പോ മുട്ടയുണ്ട്. ഇപ്പൊ ഞാൻ ഇച്ചിരി റൈസ് കഴിക്കാൻ പോവാ. റൈസ് കണ്ടോ? റൈസ് കണ്ടോ? ബിരിയാണി റൈസ്. എനിക്കില്ലേ? എടുത്തോ. നല്ല ടേസ്റ്റ് ഉണ്ട്.
അടിപൊളി, നല്ല മണവും നല്ല ടേസ്റ്റും. ഒക്കത്താണ് ഇത്. ജയ് കഴിക്കും, എല്ലാവരും കഴിച്ചോ. സോ ഗൈസ്, തലപ്പകട്ട ബിരിയാണി എങ്ങനെയുണ്ട് കഴിച്ച് എങ്ങനെയുണ്ടെന്ന് പറയാം. നിങ്ങൾ പുതിയത് ഈ ചാനലിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തത് പപ്പൻ്റെ ചാനൽ സോ കഴിക്കുന്ന ടിപ്പ് വരെ നോക്കിക്കോ. ലേശം ഇങ്ങനെ റൈസ് എടുക്കുക, അത് കഷ്ണം എടുക്കുക, പിന്നെ ഇങ്ങനെ വെച്ച് ഓക്കെ. ഇപ്പൊ നോക്കിക്കോ ഗൈസ്, വേണോ? ഞാൻ തരത്തില്ല. വേറെ ലെവൽ ഗൈസ്, ഒന്നും പറയാല്ല, അടിപൊളിയാണ്. കഴിക്കില്ലല്ലോ. അപ്പൊ ഇന്നത്തെ ബർത്ത്ഡേ ആളാണ് കഴിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ തലപ്പാക്കട്ടി ബിരിയാണി. ലിജോ, തലപ്പാക്കട്ടി ബിരിയാണി എങ്ങനെയുണ്ട്? സൂപ്പറാ. ഓ, ടേസ്റ്റ് ഒക്കെ നല്ല ഉണ്ടോ? എങ്ങനെയുണ്ട്? വെരി ഗുഡ്. അപ്പൊ ഐറ്റംസ് നമ്മുടെ ഇറച്ചിയുടെ കഷ്ണം, കബാബ്, മുട്ട, ചട്ടിനി, ഇത്രയുണ്ട്. ചോറൊക്കെ കണ്ട കൈസ്, നല്ല സൂപ്പറാണ്. കണ്ടോ, മണഞ്ഞടിക്കുന്നു, കുമ്പുന്നു. ഞാൻ ഒരു 500 ഫീറ്റിലാണ് നിൽക്കുന്നത്, എന്നിട്ട് മണം അടിക്കുന്നുണ്ട്. നിങ്ങൾ ഓൺലൈൻ ചെയ്താൽ മതി, കടയ്ക്ക് പോയെന്ന് വേണ്ട, ഓൺലൈൻ ചെയ്താൽ വീട്ടിൽ വരും. കബാബും ചോറും. കബാബ് എങ്ങനെയുണ്ട്? സൂപ്പർ. കഴിക്കാം. അപ്പൊ ഇന്നേക്ക് ഒരു പിടിയാ ലിജോ. കഴിക്കില്ലോ. ഗൈസ്, അപ്പൊ നിങ്ങളെല്ലാരും ഇത് ലൈക്ക് ചെയ്യുക, കമന്റ് ഇടുക. നിങ്ങളുടെ ഓരോ വിലയേറിയ അഭിപ്രായങ്ങൾക്കും ഞങ്ങൾക്ക് നല്ലതാണ്. താങ്ക് യു സോ മച്ച്. സീ യു അഗൈൻ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഗൈസ്, കല്യാണ സാപ്പാടിൽ ആൾക്കാർ കഴിക്കുന്നത് പെട്ടെന്ന് റിയാക്ഷൻസ് ആണ് ഒരു വീഡിയോ എടുക്കാം. അപ്പോൾ പപ്പ കഴിക്കുക. എന്തെല്ലാം ഉണ്ട്? ബിരിയാണി, ചിക്കൻ, ഓരോരോ പീസ് ഉണ്ടോ ഗൈസ്? അടിപൊളി. നിങ്ങൾ കാഞ്ച് കഴിക്കണം എല്ലാവരും കേട്ടോ, തുറക്കല്ലേ. എങ്ങനെയുണ്ട്? അല്ലേ? പോവാണ്. പപ്പൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ്.